ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി നമുക്കായിരിക്കാം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ കർത്താവിന് വിലപ്പെട്ട അഭിഷിക്തന്മാർക്കും, കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, ഈ രാത്രികാലവും പകൽക്കാലവും നമ്മുടെ മധ്യേ ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് അയച്ച ബഹുമാനിയ കർത്താവിന് വിലയിരുദാസൻ പാസ്റ്റർ തോമസ് ജോർജ് ആമേസ്തോത്രം അവർക്കാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ രാത്രികാലവും കർത്താവ് നമ്മെ ശക്തമായിട്ട് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പുതിയ അധികാരങ്ങളും പുതിയ ശുശ്രൂഷകളും നമ്മെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നാം അത് പ്രാപിച്ചെടുക്കുവാൻ ഉത്സാഹത്തോടെ പിന്നെയും ആയിരിക്കുമെങ്കിൽ കർത്താവ് നമ്മെ നിറച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വ്രതമല്ല. സ്തോത്രം. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ വിടുതൽ മാത്രമല്ല, ദൈവശക്തി ആർജിച്ചെടുക്കുക മാത്രമല്ല, പുത്തൻ അധികാരത്താലും പുത്തൻ ശുശ്രൂഷയാലും ദൈവം നമ്മെ നിറച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവമക്കളെ മറന്നു പോകരുത്. നമ്മുടെ ഏതൊരു പ്രശ്നത്തിന് മുമ്പിലും ഉപവാസവും പ്രാർത്ഥനയുമാണ് പരിഹാരം. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപാകെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ദൈവം വിടുതലയപ്പാൻ ഇടയായിത്തീരും. സന്തോഷമുള്ള സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് അല്ലാഹ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രികാലവും നമുക്ക് ദൈവത്തിലായിരിക്കപ്പെടാം. പകൽക്കാലവും കർത്താവിന്റെ ദാസനെ ശക്തമായിട്ട് നമ്മുടെ മധ്യേ ഉപയോഗിച്ചല്ലോ. ഈ രാത്രികാലവും ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറക്കുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കപ്പെടാം. കർത്തൃദാസനെ തുടർന്ന സമയം ശുശ്രൂഷകൾക്കായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ചന്തമായി ഉലാവിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. തമ്പുരാൻ നമ്മെ ആശ്വസിപ്പിച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് തുടങ്ങി ആമേൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സമർപ്പിച്ച് അല്പനേരം ദൈവത്തെ ആരാധിപ്പാൻ തക്കനോടെയായി തീർന്നു. ആ ഭാഗം തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുവാൻ ക്രിസ്തുവേശുവിൽ ശരണപ്പെടുകയാണ്. പകൽക്കാലം നാം ധ്യാനിച്ച ഭാഗം സങ്കീർത്തനങ്ങൾ 6:8 നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ. യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം കരച്ചിലിനെ ആസ്പദമാക്കി നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രാർത്ഥനയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആമേൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ആമേൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചതായിട്ട് എബ്രായ ലേഖനം 5:7 കാണുവാനിടയായിത്തീർന്നു. പൗലോസ് അപ്പോസ്തലൻ ആമേൻ തൻ്റെ ശുശ്രൂഷാ വേദിയിൽ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരുന്നു, അപ്പോസ്തലിക മാതൃക അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20 ആമേൻ 18-19 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ താഴ്മയോടെ കണ്ണുനീരോടും കൂടെ, പ്രൈസ് ദി ലോർഡ്, വളരെ താഴ്മയോടെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വളരെ താഴ്മയെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ പകൽക്കാലം ഞാൻ പറഞ്ഞു, അരക്കെട്ടി ശുശ്രൂഷ ചെയ്യുന്ന ആമേൻ ഒരു ദാസനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം ചിലത് പകരുവാൻ തക്കനോടെയായിത്തീരും. ദൈവം ഏൽപ്പിച്ചതാണ് നാം പകരേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വക്കീലായിട്ട് ജോലി നോക്കിയ ആളാണ്. നിയമത്തിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ, ഒത്തിരി നാളെ എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി സമയങ്ങളും ആമേൻ കോടതികളിൽ കേസ് വാദിക്കാൻ വേണ്ടി സമർപ്പിച്ച ആളായിരുന്നു. എന്നാൽ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ വിളിക്കുവാൻ തക്കവണ്ണം നിയമത്തിലൊരു ഭാഗമുണ്ട്. ഞാൻ നിങ്ങളെ നിയമം പഠിപ്പിക്കാനൊന്നും നിൽക്കുകയല്ല.
നിയമത്തിലൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എവിഡൻസ് ആക്റ്റിൽ ഇങ്ങനെ പറയുന്നു, ഹിയർസേ എവിഡൻസ് ഈസ് നോട്ട് ആൻ എവിഡൻസ്. കേട്ട് കേൾവി അത് തെളിവായിട്ട് എടുക്കത്തില്ല. ഇല്ലേ? കേട്ട്, ഞാനിങ്ങനെ കേട്ടു എന്ന് പറഞ്ഞാൽ അതൊരു തെളിവല്ല. പിന്നെയോ ആമേൻ, നമ്മൾ കണ്ടത്, നമ്മൾ അനുഭവിച്ചത്, ഇത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉള്ളൂ. ദൈവത്തിൻ്റെ കുഞ്ഞ്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, ദൈവം സംസാരിച്ചത് ആമേൻ കേൾക്കുന്നതാ നമുക്ക് സന്തോഷം. അപ്പച്ചൻ്റെ ഒരു വാക്ക്, യേശുവിൻ്റെ ഒരു വാക്ക്, ഉടമസ്ഥൻ്റെ ഒരു വാക്ക്, അത് ചലനങ്ങൾ സൃഷ്ടിക്കും. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ദൈവപാദപീഠത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ താണിരിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു അത് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ. ആമേൻ, സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. വെളിച്ചത്ത് പറവിൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത്. ആമേൻ. എന്താ പറഞ്ഞത്? കർത്താവ് നിന്റെ ചെവിക്കകത്ത് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. കർത്താവ് ആരും കേൾക്കാതെ, യേശുപ്പച്ചൻ പറഞ്ഞ വാക്കാ മത്തായി എഴുതിയ സുവിശേഷം 10:27 വായിച്ചത്. അതേ കുഞ്ഞ്, നിന്റെ കാതിൽ ചിലത് മന്ത്രിക്കാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതാ പറഞ്ഞത്. കുറച്ചുകൂടെ ചേർന്ന് കർത്താവിനോട് ഉപവാസം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്നിരിക്കുന്നതാ. കർത്താവ് കാതിൽ പറഞ്ഞ് ചിലത് ഉച്ചത്തിൽ പ്രസ്താവിക്കത്തക്ക വിധത്തിൽ അന്ത്യകാലഘട്ടത്തൊരു നിയോഗം നിന്റെ മേൽ കർത്താവ് പകരുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ ശബ്ദം കേൾക്കുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം. നമ്മൾ പകൽക്കാലം ചിന്തിച്ചു, എന്താണ് പ്രാർത്ഥന? യാക്കോബ് യബ്ബോക്ക് കടവിങ്കൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളിങ്ങനെ ധ്യാനിച്ചു വരികയായിരുന്നു. സമയത്തിൻ്റെ പരിധിക്കകത്ത് നിന്ന് സ്തോത്രം വിവിധ തലങ്ങളിലേക്ക് കയറി പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തി. ഇന്ന് രാത്രിയിൽ നമ്മൾ ആ ഭാഗത്തേക്കൊന്ന് കടക്കുകയാണ്. യബ്ബോക്ക് കടവ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 32-22 വാക്യത്തിൽ സ്തോത്രം ആ ഭാഗം നമ്മളിങ്ങനെ കണ്ടു. എന്താണ്? രാത്രിയിൽ വായിച്ചേ. രാത്രിയിൽ എഴുന്നേറ്റു. എന്തിനു വേണ്ടിയാ രാത്രിയിൽ എഴുന്നേറ്റത്? രാത്രിയിൽ അവൻ എഴുന്നേറ്റു എന്തിനു വേണ്ടിയാ? പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്താണ് പ്രാർത്ഥന? സ്തോത്രം. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഹല്ലേലൂയ, അതിൽ നിന്ന് രത്നചുരുക്കമായി നാം മനസ്സിലാക്കുന്നു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം പൂർണ്ണമായും മാറ്റപ്പെടുന്ന അനുഭവമാണ്. കരങ്ങൾ ഉയർത്തിയെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന് മാറ്റം വരുന്ന അനുഭവമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം സമൂലമായി മാറ്റപ്പെടുകയാ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു തീച്ചൂളയുടെ അനുഭവമാ, ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസാ. ദൈവ സാന്നിധ്യം അനുഭവിക്കുക. കർത്താവ് പ്രാർത്ഥനയുടെ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജൽപ്പനത്തിൽ നിങ്ങൾ ജാതികൾ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത്. ഹല്ലേലൂയ. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്ന് അവർ വിചാരിച്ചു പോരുന്നു. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞ്, ഹല്ലേലൂയ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സമ്പൂർണമായ ജീവിതത്തിന് വരേണ്ടുന്ന സകല വ്യതിയാനങ്ങളും വരുന്ന അനുഭവം പ്രാർത്ഥന. ഇവിടെ നിന്റെ ജീവിതം മാറുമെന്ന്, ഇവിടെ നിന്റെ കോപം മാറുമെന്ന്, ഇവിടെ നിന്റെ ക്രോധം മാറുമെന്ന്, മുറുകെ പറ്റുന്ന പാപം മാറുമെന്ന്. ജീവിതം മുഴുവനായി മാറ്റപ്പെടുകയാണ്. യാക്കോബ് പ്രാർത്ഥിക്കാൻ പോയപ്പോ താൻ ആരായിരുന്നു? യാക്കോബായിരുന്നു. സ്തോത്രം. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് യബ്ബോക്ക് കടവിങ്കൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് താൻ എഴുന്നേറ്റ് വരുന്നത് ഇസ്രായേലായിട്ടാ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനായി ദൈവം ഇടപെട്ട് അവന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം ഏറ്റുവാങ്ങി ദൈവ തേജസ്സോടെ പുത്തൻ അധികാരത്തോടെ ഒരു പ്രഭു
ശക്തമായിട്ട് രാജാവിനെ പോലെ എഴുന്നേറ്റ് വരുന്ന അനുഭവമായത്. സ്തോത്രം. തമ്പുരാൻ ആമേൻ വില കൊടുത്ത് ചിലത് മാറ്റിവെച്ച്, ഉപവാസം എന്ന് പറയുന്നത് നാം ചിലത് മാറ്റിവെക്കുകയാണ്. ഭക്ഷണം മാറ്റിവെക്കുന്നു, ആമേൻ സ്തോത്രം, സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നു. ഓ ഹല്ലേലൂയ. സ്വഭാവത്തിന് വ്യതിയാനം വരണം. ആമേൻ മാറ്റം വന്നേ പറ്റത്തുള്ളൂ. ജീവിത ശൈലി മാറിയേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ആമേൻ നമ്മുടെ ശരീരാത്മദേഹികളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കണം. ദൈവത്തിന് നമ്മെ ഇണങ്ങിയ ആയുധങ്ങളായി ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. പ്രയോജനകരമായ ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന മിനുക്കിയ അമ്പ് പോലെ നിന്നെ മിനുക്കിക്കൊണ്ടിരിക്കുകയാ. തക്ക സമയത്ത് തമ്പുരാൻ ഉപയോഗിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. രാത്രിയിൽ അവൻ എഴുന്നേറ്റിട്ട് ചെയ്തത് എന്താണ്? തനിക്കുള്ളത് ഒക്കെയും 2 ഭാര്യമാരെ, പിന്നെ 2 ഭാര്യമാരെ, 2 ദാസിമാരെ, 11 പുത്രന്മാരെ. ആമേൻ. സ്തോത്രം. ആമേൻ. എഴുന്നേൽക്കാത്ത രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാക്കോർ, ആമേൻ, നഫ്താലി, ആമേൻ സ്തോത്രം, എല്ലാത്തിനും എഴുന്നേൽപ്പിച്ചു. ആമേൻ. കൂടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒറ്റ ഒരുത്തം വരത്തില്ല. സ്തോത്രം. കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തം വരത്തില്ല. എണ്ണിടാന്ന് പറഞ്ഞു. എണ്ണിച്ചിട്ട് പറഞ്ഞു എല്ലാം അക്കരെ കയറിക്കോ. സ്തോത്രം. അപ്പുറത്തേക്ക് പോയിക്കോ. ആമേൻ. എന്നിട്ട് ഹല്ലേലൂയ തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി. സ്തോത്രം. നോക്കൂ, എന്തോതിന് പോകുകയാ? പ്രാർത്ഥിക്കാൻ പോകുകയാ. ആമേൻ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ താൻ പ്രാർത്ഥിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ചപ്പോ ഇതെല്ലാം കൂടെ ഉണ്ടായിരുന്നു. താൻ 20 വർഷക്കാലം അമ്മാച്ചൻ്റെ വീട്ടിൽ നിന്ന് ആമേൻ പ്രാർത്ഥിച്ചു. ആമേൻ സ്തോത്രം. കഴിഞ്ഞ 20 വർഷക്കാലം താൻ ആമേൻ സ്തോത്രം അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. ബേർശേബ മരുഭൂമിയിൽ നിന്ന് ദൈവശബ്ദം കേട്ടു. ഹല്ലേലൂയ. അമ്മാച്ചൻ്റെ ഭവനത്തിൽ ചെന്ന് പാർക്കുകയാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. തൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ആദ്യത്തെ 7 വർഷക്കാലം താൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കാണുമെന്നറിയാമോ? ആമേൻ. കർത്താവേ, എനിക്ക് റാഹേലിനെ തരണേ. ആമേൻ സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന റാഹേലിനെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് യാക്കോബ് വേദനയോടെ പ്രാർത്ഥിച്ച് കാണും. ആമേൻ. പക്ഷേ കിട്ടിയത് ആരെയാ? ലേയെ കിട്ടി. പിന്നെ അടുത്ത 7 വർഷക്കാലവും താൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? കർത്താവേ, ആമേൻ, എനിക്ക് കിട്ടിയത് ലേയാ, ഇനി എനിക്ക് റാഹേലിനെ കിട്ടിയേ പറ്റത്തുള്ളൂ. അടുത്ത 7 വർഷക്കാലം ഇത് കിട്ടിക്കഴിഞ്ഞ് ആമേൻ സ്തോത്രം താൻ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇത്രയൊക്കെ ആയി, എനിക്കിനി സമ്പത്ത് വേണം. നോക്കിയേ, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നീ പലതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. എന്നാൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം, ആമേൻ സ്തോത്രം, ലോകത്തിന് വേണ്ടി, സാഹചര്യങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഒതുങ്ങി നിന്ന മണ്ഡലം പക്ഷേ അന്തരാത്മാവിൽ പറയുകയാ, നിന്റെ പ്രാർത്ഥനയുടെ തലം മാറിയേ പറ്റൂ. ഓ, അകത്തളത്തിൽ ആത്മാവിരുന്ന് മന്ത്രിക്കുകയാ, കുഞ്ഞേ, നീ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്നോട് ദൈവം പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. ഇതിനായിട്ട് നീ വില കൊടുത്തേ പറ്റത്തുള്ളൂ. ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധയോടെ കേട്ടാട്ടെ. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം അത് പ്രാപിച്ചില്ല എങ്കിൽ നിന്റെ ജീവിതം ശൂന്യമാ. ഈ ഉപവാസം എന്തിനാണെന്നറിയാമോ? ചില മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയല്ല, ചില ഭൗതിക സാഹചര്യങ്ങൾക്ക് വേണ്ടിയല്ല. ആത്മാ വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്നോട് ദൈവം സംസാരിച്ച, ദൈവം നിന്നോട് ഇടപെട്ട, ദൈവം നിന്നോട് അരുളി ചെയ്ത ചില വാഗ്ദത്തങ്ങളുണ്ട്, ചില ആത്മാവിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അതിന്ന് രാത്രി ദൈവം മറമരുളില്ലാതെ നിന്റെ മേൽ സ്ഥാപിക്കുവാൻ ഈ പ്രാർത്ഥന അതിനാ. യാക്കോബ് പ്രാർത്ഥിച്ച അതിനാ. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, നീ എനിക്ക് ഞാൻ ചോദിച്ചതെല്ലാം തന്നു. നീ എനിക്ക് ചോദിച്ചതെല്ലാം തന്നു. ആമേൻ. തലമുറയെ തന്നു, ദാസിമാരെ തന്നു, ഭാര്യമാരെ, ആമേൻ, സമ്പത്തിനെ തന്നു, എല്ലാമായി.
പക്ഷെ അന്തരാത്മാവിൽ പറയുക, ഇല്ല, ഇതിനപ്പുറത്ത് നിന്റെ മേൽ നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. നിന്റെ മേൽ അതെനിക്ക് സ്ഥാപിച്ചെടുത്തേ പറ്റൂ. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുക, ഭൗതിക അനുഗ്രഹത്തിന് ഉപരിയായി, സാഹചര്യങ്ങൾക്ക് ഉപരിയായി ദൈവത്തിന്റെ ചില പദ്ധതി, ദൈവത്തിന്റെ ചില വാഗ്ദത്തം, നിന്റെ പേര് മാറ്റുന്ന, സാഹചര്യം മാറ്റുന്ന, സ്ഥിതി മാറ്റുന്ന, ഉള്ളിലെ കത്തൽ മാറ്റുന്ന, ഉള്ളിലെ ശൂന്യത മാറ്റുന്ന, യെസ്, ഉള്ളിലെ ശൂന്യത മാറ്റുന്ന, ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കുന്ന, ആത്മാവിന്റെ തേങ്ങൽ മാറ്റുന്ന ഗ്ലോറി, ആത്മാവിന്റെ ഞരക്കം, യെസ്, ആത്മാവുള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. ഓ, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് എന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്, അവന്റെ ഇഷ്ടം എന്റെ മേലുണ്ട്. എന്നെ വിളിച്ചിറക്കിയപ്പോൾ മരുഭൂമിയിൽ വെച്ച് എന്നോട് ദൈവം സംസാരിച്ച ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. അതെനിക്ക് പ്രാപിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതം വ്യർത്ഥമാ. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാ, സാഹചര്യങ്ങൾ വേഗം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാ. അധർമ്മമൂർത്തി വെളിപ്പെടുവാൻ വേഗത്തിൽ കാര്യങ്ങൾ ശീഘ്രഗതിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നെട്ടോട്ടമോടി ജനങ്ങൾ. നമ്മൾ ചിന്തിച്ചോ, ഇനി ഒരു രാത്രിയിൽ ഒരു പ്രഖ്യാപനം നാം കേൾക്കും, എല്ലാ നോട്ടും നിർത്താൻ പോകുകയാ. പിന്നെ എന്നാ വരാൻ പോകും? ഒരു പുതിയ യുഗം, ചിപ്പിന്റെ യുഗം. വേദപുസ്തകം പറയുന്നു ചിപ്പിന്റെ യുഗം വരാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ബാങ്കിലെ ക്യൂ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലെ ക്യൂ കണ്ടില്ലേ? അതുപോലത്തെ ക്യൂ ചിപ്പിടാൻ വേണ്ടി ആളുകൾ നിൽക്കാൻ പോകുകയാ. ഭയത്തോടെ യഹോവയെ സേവിച്ചോ, വിറയലോടെ ഘോഷിച്ചുല്ലസിച്ചോ. ആമേൻ, സ്തോത്രം. നോട്ട് കൊണ്ട് കിടക്കണ്ട. പിന്നെയോ, ഹല്ലേലൂയ, നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവനല്ലാതെ വിൽക്കാനും പറ്റത്തില്ല, വാങ്ങിക്കാനും പറ്റത്തില്ല. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നരച്ച തലയുള്ളവർക്കായി സ്തോത്രം, ദൈവത്തിന്റെ കിരീടം പ്രാപിച്ചവർക്കായി സ്തോത്രം, ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം, ക്യൂ നിൽക്കുന്നതിന് മുമ്പേ പോകാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവമേ, ദൈവമേ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആമേൻ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ, സ്തോത്രം. വേദപുസ്തകത്തിൽ പറഞ്ഞ സകല കാര്യങ്ങളും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ മുഖത്ത് നിറവേറിക്കൊണ്ടിരിക്കുകയാ. വേഗത്തിൽ കാര്യങ്ങൾ ക്രമപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കുഞ്ഞ്, നീ വേഗത്തിൽ ഒരുങ്ങിക്കോ, നീ വേഗത്തിൽ ഒരുങ്ങിക്കോ. ആമേൻ, സ്തോത്രം. നിന്റെ ക്ഷീണം മാറ്റ്, തളർച്ച മാറ്റ്, ആത്മാവിൽ എഴുന്നേറ്റോ. നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. നിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി അത് കത്തി അസ്തമിക്കുവാൻ, ആത്മാവിൽ ജ്വലിക്കുവാൻ, തേജസ് ഏറ്റെടുക്കുവാൻ, ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്. ഹല്ലേലൂയ. ആമേൻ. ശൂന്യമായിരിക്കാനല്ല, നിസ്സംഗത ബോധത്തോടിരിക്കാനല്ല. നീയാണ് ആ ശുശ്രൂഷ എനിക്ക് ചെയ്യണം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Glory to God, Jesus. ദൈവം നമ്മെ വിളിച്ചത് ശുശ്രൂഷകരായിട്ടാ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേലുണ്ട്. പെന്തിക്കോസ്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി, ആർക്കും തടയാൻ കഴിയാത്ത ശക്തി, അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവ തേജസ്സിൽ ജ്വലിക്കാൻ ദൈവത്തിന് യാതൊരു വ്യത്യാസവുമില്ല. തമ്പുരാൻ പറയുക, സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുക. ഓ ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് കുനിഞ്ഞുറങ്ങുന്ന ഇവന്റെ മേലും കൂടെ ദൈവത്തിന്റെ ആത്മാവിനെ പകരാൻ ദൈവത്തിന്റെ പദ്ധതി. സകല ജഡത്തിന്മേൽ, സകല ജഡത്തിന്മേൽ, സകല ജഡത്തിന്മേൽ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുക. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണുക. ആമേൻ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുക. ദാസന്മാരുടെ മേലും കൂടെ, ദാസിമാരുടെ മേലും കൂടെ എന്റെ ആത്മാവിനെ പകരുക. അവരും പ്രവചിക്കുക. Glory.
യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി മാറുകയാ, അതിശയങ്ങളുടെ ദിവസങ്ങളായി മാറുകയാ, വിടുതലിന്റെ ദിവസങ്ങളായി മാറുകയാ, രോഗസൗഖ്യത്തിന്റെ ദിനങ്ങളായി മാറുകയാ യേശുവിന്റെ നാമത്തിൽ. ആത്മാവിന്റെ ദിനങ്ങൾ സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകര്. ആർക്കും തടയുവാൻ കഴിയാത്ത ആത്മാവിന്റെ തേജസ്. യേശുവചനം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എൻ്റെ അപ്പച്ചൻ ഇറങ്ങി അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ അത്ഭുത മന്ത്രിയ, ആമേൻ, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അത്ഭുതങ്ങളുടെ ദൈവം നമുക്കായി ജീവിക്കുന്നു. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി. ഗ്ലോറി. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി. യേശു അപ്പച്ചൻ പറഞ്ഞു, തനിക്കുള്ളതെല്ലാം വിട്ട് പിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. തനിക്കുള്ളതെല്ലാം എല്ലാം അക്കരെ കടത്തി. എന്നിട്ട് പിന്നെയും പറഞ്ഞു, എന്നെക്കാൾ ഉപരിയായി, ആമേ സ്തോത്രം, ആമേ, വീടോ സമ്പത്തോ മകനോ മകളോ, ആമേ, എന്തിനെങ്കിലും നീ കൂടുതലായി സ്നേഹിക്കുന്നെങ്കിൽ, ആമേ സ്തോത്രം, നോക്കൂ, ദൈവത്തെക്കാൾ ഉപരിയായി ഒന്നിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. യേശുവേ, നിന്നെ ഞാൻ അധികമായി സ്നേഹിക്കുന്നു. താൻ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കുക. രാത്രിയിൽ എഴുന്നേറ്റു. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി. എന്നിട്ടോ അടുത്ത വാക്യം വായിച്ചാട്ടെ. കടത്തി. എന്താണ്? യാക്കോബ് തനിയെ ശേഷിച്ചു. തനിയാണോ? ഒന്ന് ശ്രദ്ധിച്ചേ. തനിയാണോ യാക്കോബ് അവിടെ? യബ്ബോക്ക് കടവെങ്കിൽ തനിയാണോ? ആണോ? തനിയാണോ? ആമേ സ്തോത്രം. നോക്കൂ, വചനം പറയുന്നു, വചനത്തിൽ എഴുതിയിരിക്കുന്നത് തനിയെ ശേഷിച്ചു. പക്ഷെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് നോക്കിയാൽ, വ്യക്തമായി സൂക്ഷിച്ചാൽ, ഹല്ലേലൂയ, തനിക്ക് മുമ്പേ കടന്നു വരുന്നൊരു ദൈവ ചൈതന്യമുണ്ട്. യാക്കോബിന്റെ മനോഭാവം അവിടെ എഴുതിയിരിക്കുന്നത്. തനിയെ ശേഷിച്ചു. ഒരിക്കലും ഭക്തൻ ഇങ്ങനെ പാടി, ആരുമെനിക്കില്ലെന്നോ ഞാനേകനായി തീർന്നുവെന്നോ, ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിലാദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ. ആരും എനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നെന്നോ, മാനസത്തിൽ ആദ്യം കൊണ്ട് പറയാൻ എനിക്ക് ഇടവരരുതേ. അതങ്ങനെ ഇടവരുന്നെങ്കിൽ ഞാൻ ആരാണ്? അന്ധനാണ്. ആത്മീയ കാഴ്ചപ്പാട്, ആത്മാവിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ തനിക്ക് മുമ്പേ വരുന്ന ഒരു ദൈവ ചൈതന്യം, തന്നോട് ദൂത് പറഞ്ഞ ദൈവം അവിടെ ഉണ്ട്. താൻ അവിടെ ഒറ്റയ്ക്കായ സമയത്തിന് മുമ്പേ ഹല്ലേലൂയ ദൈവ ചൈതന്യം അവിടെ ഇറങ്ങി നിൽക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. തമ്പുരാൻ മുമ്പേ കടന്നു ചെല്ലും. ഈ യോഗത്തിന് ഒന്നാമത് ഇവിടെ വന്നത് ആരാന്ന് പറയാമോ? എൻ്റെ യേശു അപ്പച്ചനാ. മോറിയ ദേശത്ത് ഹല്ലേലൂയ അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ആമേൻ സ്തോത്രം യാഗമായിട്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ അവിടെ കടന്നു എന്ന് മുമ്പേ നിന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാ. അബ്രഹാം പറഞ്ഞതുപോലെ ചെയ്തു. ആമേൻ സ്തോത്രം. അബ്രഹാമിന്റെ എല്ലാ ചലനങ്ങളും ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി നിന്റെ സകല ചലനങ്ങൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. ചലനം മാത്രമല്ല, ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ പോലും സ്വർഗത്തിൽ വെളിപ്പെട്ട് കണ്ടോണ്ടിരിക്കുകയാ.
ആമേൻ 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 ആമേൻ. അബ്രഹാം ചെയ്യുന്നത് മൊത്തം ഹല്ലേലൂയ. ആമേൻ ആമേൻ. അബ്രഹാം ചെയ്യുന്നത് മൊത്തം. അബ്രഹാം പറഞ്ഞു ഹല്ലേലൂയ, കഴുതയുമായി ആമേൻ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്ക്, ഞാനും ബാലനും കൂടെ പോയി ആരാധിച്ചിട്ട് വരാം. ഹല്ലേലൂയ. അവർ ആരാധിക്കാൻ മുമ്പോട്ട് പോകുക, വിറകടുക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ആമേൻ സ്തോത്രം. ബാലകനെ പിടിച്ച് കൈയും കാലും കെട്ടി ഹല്ലേലൂയ വിറകന്മേൽ കിടത്തി കത്തിയെടുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോ ദൈവത്തിന് വിളിച്ചു പറയുക, അബ്രഹാമേ അബ്രഹാമേ. ഹല്ലേലൂയ. നോക്കൂ, നിന്റെ ഓരോ ചലനങ്ങളും നോക്കിക്കൊണ്ട് എന്റെ അപ്പച്ചൻ നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ശ്രദ്ധയോടെ ഇവിടെ നിൽക്കുകയാ. ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം. അടങ്ങിയിരിക്കരുത്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ഇന്ന് രാത്രി വിടുതലിന്റെ ചലനങ്ങളുടെ ദിവസമാ. ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവം ഇവിടെ ഉണ്ട്. ദൈവം നിന്റെ ചലനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അന്ധകാര മണ്ഡലങ്ങൾക്ക് ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുകയാ. ഓ നീ നിന്റെ ദൈവവും, നീ നിന്റെ ദൈവവും. ഓ പ്രാർത്ഥന പ്രാർത്ഥന. ഹല്ലേലൂയ. അതേ ഭക്തന് നിന്നെ ഒറ്റയ്ക്ക് തള്ളിവിടുന്ന ഒരു ദൈവമല്ല. ആടുകൾക്ക് മുമ്പേ നടക്കുന്ന ഇടയൻ. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഒറ്റയ്ക്കല്ല, ആമേ തന്നെ നാട് കടത്തി. പത്മോസിൽ ഒറ്റയ്ക്ക് ആമേ സ്തോത്രം കൊണ്ടിട്ടു. പക്ഷേ ആമേ നോക്കിയാട്ടെ, അവിടെ യേശുവിന്റെ തേജസ് അവിടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. യോഹന്നാൻ അറിയാം, ഞാനിവിടെ ഒറ്റയ്ക്കല്ല. എൻ്റെ കർത്താവ് എന്നെ ഒറ്റയ്ക്ക് തള്ളിവിടുന്ന ദൈവമല്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവരുടെ നടുവിൽ എൻ്റെ കർത്താവ് എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. ആമേൻ. ധൈര്യമായിട്ടിരുന്നാട്ടെ. നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല കുഞ്ഞ്, നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തത്തേ ഉള്ളൂ. നിന്റെ മുമ്പാകെ നടക്കുന്ന ദൈവമുണ്ട്. നിന്നെ വില കൊടുത്ത് വാങ്ങിയവൻ, നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ഊറ്റി തന്നവൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. യോഹന്നാൻ ആരാധിക്കാൻ തുടങ്ങി. യോഹന്നാൻ ആരാധിക്കാൻ തുടങ്ങി. ഓ കർത്തൃ ദിവസത്തിൽ ഹല്ലേലൂയ താൻ ആത്മവിവശതയിൽ. നിരാശയില്ല, ഭാരമില്ല, വേദനയില്ല, പിറുപിറുപ്പില്ല. He began to worship. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആരാധന ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് പകരുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഹൃദയം അവന്റെ കാൽക്കൽ അർപ്പിക്കുക, നിന്റെ ജീവിതം അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അവൻ അവിടെ കൊണ്ട് ആരാധന ഏറ്റുവാങ്ങുവാൻ എൻ്റെ കർത്താവ് അവിടെ ഉണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ശപഥൻ ഹല്ലേലൂയ. യോഹന്നാൻ ആത്മവിവശതയിൽ കർത്തൃ ദിവസത്തിൽ തൻ ആത്മാവിലായി, കർത്തൃ ദിവസത്തിൽ തൻ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തിന്റെ തേജസ്സിൽ. താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു ക്രിസ്തു സകല അധികാരത്തോടെ, ആമേൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശ്യമായ ശബ്ദത്തോട് കൂടിയവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഇടിമുഴക്കത്തിന്റെ നാദത്തോട് ഹല്ലേലൂയ സ്തോത്രം. വെള്ളോട്ടിന് സദൃശ്യമായി കാലുകളോട് കൂടി ആമേൻ സ്തോത്രം. ആമേൻ. പുരാതനായ ദൈവം എൻ്റെ കർത്താവ് അവിടെ നിൽക്കുകയാ. ആമേൻ. കുഞ്ഞെ, നിന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും വിടാത്തൊരു ദൈവമുണ്ട്. സ്തെഫാനോസ് കല്ലേറ് കൊള്ളുമ്പോൾ, കൂർത്തുമൂർത്ത കല്ലുകൾ തൻ്റെ ശരീരത്തിലേക്ക് വീഴുമ്പോൾ, താൻ നോക്കുമ്പോൾ തന്നെ വിളിക്കുന്ന യേശു, തനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന യേശു. കുഞ്ഞെ, ഹല്ലേലൂയ. യേശു നിനക്കുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ. യേശു നിനക്കുണ്ടെങ്കിൽ നിനക്കെല്ലാം ഉണ്ട്. ആമേ. സ്വർഗം തുറന്നിരിക്കുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് വിടാത്ത ദൈവം. യാക്കോബ് അവിടെ തനിയെ ശേഷിച്ചപ്പോൾ ദൈവ സാന്നിധ്യം, ഒരു പുരുഷൻ ഉഷസ്സാകുവോളം യാക്കോബിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു.
ഇനി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ പറഞ്ഞ ദൈവസാന്നിധ്യം മുമ്പേ വരുന്നതാ. ആമേൻ. യാക്കോബ് ഭയപ്പെട്ടില്ല. യാക്കോബിന് മനസ്സിലായി. നോക്കൂ, ഒറ്റയ്ക്ക് ഒരിടത്തായിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ അടുക്കലേക്ക് വരികയാ. യാക്കോബിന് മനസ്സിലായി, ഇത് മറ്റാരുമല്ല, എന്നോട് ദൂത് പറഞ്ഞ ദൈവമാ, മരുഭൂമിയിൽ എന്നെ ആമേൻ സ്തോത്രം വിളിച്ചിറക്കിയ ദൈവമാ. നോക്കൂ, ദൈവവേദന എബ്രായലേഖനം 12:2 പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. സ്തോത്രം, ഹല്ലേലൂയ. ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. ദൈവത്തിൻ്റെ കുഞ്ഞ്, നിനക്ക് വിശ്വാസം തന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ഉള്ളിൽ വിശ്വാസം തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്, വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രി ശ്രദ്ധയോടെ കേട്ടാട്ട്, നിനക്ക് വിശ്വാസത്തെ പകർന്നു തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ വിശ്വാസം പൂർത്തീകരിക്കുന്നത് വരെ, നിത്യതയിൽ നിന്നെ കൊണ്ടെത്തിക്കുന്നവരെ നടത്തുവാൻ മതിയായ ദൈവത്തെയാ, മരണത്തിലും മരണത്തിനപ്പുറത്തും. ഗ്ലോറി. യാക്കോബിന് മനസ്സിലായി, ഇതെന്റെ ദൈവമാ, ഇതാ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഭയപ്പെട്ടു പോകും. യാക്കോബ് ദൈവ സാന്നിധ്യമാ തിരിച്ചറിഞ്ഞു. യാക്കോബ് ഹല്ലേലൂയ സ്തോത്രം ദൂതനോട് ആമേ സ്തോത്രം. പ്രവാചകന്റെ പുസ്തകം 12:4 ഇങ്ങനെ പറയുന്നു, അവൻ കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ ആമേ സ്തോത്രം. നോക്കൂ, മല്ലുപിടുത്തമായി പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞ് വ്യക്തമായി മനസ്സിലാക്ക്, യാക്കോബ് ചെയ്തത് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. ഹോശേയ പ്രവാചകൻ പ്രവചന ഭാഷയിൽ അതിനെ വ്യക്തമായി വിശകലനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാ, ദൈവത്തിന്റെ സന്നിധിയിൽ യാക്കോബ് ദൈവത്തോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചു. ഇന്ന് രാത്രി ദൈവത്തോട് കരയുന്ന പ്രാർത്ഥിക്കുന്ന ജീവിതമേ, ഹല്ലേലൂയ, ദൈവം നിന്നെ വിടത്തില്ല. നിന്നൊക്കെ പ്രാർത്ഥന നീ വിടുന്നത് വരെയും, നീ വിടുന്നത് വരെയും ദൈവം നിന്നെ വിടത്തില്ല. പിടിക്കാമെങ്കിൽ പിടിച്ചോ. ആമേൻ സ്തോത്രം. ശിഖാദരബ ശാന്തരാധികര പിടിച്ചോണോ. ഹല്ലേലൂയ. ദൈവത്തെ മുറുകെ പിടിച്ചോണോ. ഹല്ലേലൂയ. ആമേൻ പ്രാർത്ഥനയെ പിടിച്ചോണോ. ആമേൻ സ്തോത്രം. നീ വിട്ടിട്ടേ ദൈവം വിടത്തുള്ളൂ. ആമേൻ നീ വിട്ടിട്ടേ ദൈവം വിടത്തുള്ളൂ. ആമേൻ നീ വിട്ടിട്ടേ ദൈവം വിടത്തുള്ളൂ. ചില അച്ചായന്മാർ പ്രാർത്ഥിക്കാതിരിക്കാറുണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഫാസ്റ്ററെ വരണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. നോക്ക്, ശാപാടുമൊക്കെ അടിച്ചിട്ട് ആമേൻ സ്തോത്രം 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ചായൻ ആമേൻ സ്തോത്രം ഒരു പരുവാകും. സ്തോത്രം, ഹല്ലേലൂയ. സ്വിച്ച് ഇട്ടതുപോലെ ഇരുന്ന് ഉറങ്ങും. നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമുക്ക് എന്തെല്ലാം എക്സ്പീരിയൻസാ. ഹല്ലേലൂയ. ഇരുന്നുറങ്ങാൻ അറിയാം, നിന്നുറങ്ങാൻ അറിയാം. ഹല്ലേലൂയ സ്തോത്രം. ആമേ എങ്ങനെ ഇരുന്നാലും ഉറങ്ങാൻ അറിയാം. ആമേ സ്തോത്രം. ദൈവവചനത്തിൽ പറയുന്നു, മടിയ നീ എത്രത്തോളം കിടന്നുറങ്ങും. ആമേ സ്തോത്രം. എത്രത്തോളം കൈകെട്ടി കിടക്കും. സ്തോത്രം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേ സ്തോത്രം. ഈ ദൂത് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് എന്നോടാ. സ്തോത്രം. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. ആമേൻ. ഈ ദൂത് ഞാൻ കേൾക്കുമ്പോഴല്ല എൻ്റെ തലയിലോട്ടാ കൈവെക്കുന്നേ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, നമ്മൾ സ്വയമായിട്ട് പറയേണ്ട ദൂത. ഇത് വായിച്ചിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് പറയണോ, മടിയാ നീ എത്രത്തോളം കിടന്നുറങ്ങും. വായിച്ചേ. എഴുന്നേൽക്കും, കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകൊട്ടി കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട്, ആമേൻ ആമേൻ, ദാരിദ്ര്യവും ബുദ്ധിമുട്ടും വഴിയെ പോയതാണെന്ന് തിരുവഴുതി പറയുന്നു. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ടൊരു കാര്യമല്ല, പിന്നെയോ അത് വന്നു കയറിയതാ. അത് വന്നു കയറിയതാ. ആമേൻ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ. ആമേൻ. ദൈവം നിന്റെ ബുദ്ധിമുട്ട് മാറ്റുന്ന ദൈവമാ. ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവമാ. എന്നും ബുദ്ധിമുട്ടും ദാരിദ്ര്യവുമല്ല, അത് വഴിയെ പോയതാ. നീ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് അത് വന്ന് കയറിയതെന്ന് തിരുവഴുത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ
ഉണരുന്ന ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിന്റെ സ്ഥിതി മാറ്റുവാൻ, സഭയുടെ സ്ഥിതി മാറ്റുവാൻ ദൈവജനം ഒന്ന് ഉണരാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, മുറുകെ പിടിക്കാം. എന്റെ കർത്താവേ, ആമേൻ ആമേൻ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞാൻ വീഴുന്നു. എന്നെ വിടാത്ത ദൈവം, ഞാൻ വിട്ടാലോ, ആമേൻ, ഞാൻ വിട്ട് ഞാൻ വിട്ട് ചോടാതിരിപ്പാൻ ദൈവമേ അവിടെ തന്നെ ചേർത്തണയ്ക്കുന്നതിനായി സ്തോത്രം. ഉണര്, ഇന്ന് രാത്രി ഉണര്, നിന്റെ ബുദ്ധിമുട്ട് മാറ്റുകയാ. ഇന്ന് രാത്രി ഉണർന്നാട്ട് നിന്റെ ബുദ്ധിമുട്ട് മാറുകയാ. ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുക, വിടുന്ന പ്രശ്നമേ ഇല്ല. ദൈവസാന്നിധ്യം ചോദിച്ചു, ഉഷ സ്തുതിക്കുന്നു, എനിക്ക് പോണം. അതൊക്കെ പറഞ്ഞു, ഞാൻ നിന്നെ വിടുന്നില്ല. എന്താ കാര്യം? എനിക്ക് അനുഗ്രഹം വേണം. എന്താ വേണ്ടത്? ബ്ലെസ്സിങ്സ്. അപ്പൊ യാക്കോബേ, ഈ കിട്ടിയതെല്ലാം ആമേൻ. പക്ഷെ എൻ്റെ ഉള്ളിൽ പറയുന്നു, ഇതിലുപരിയായി ചിലത് നിന്നിൽ നിന്ന് എനിക്ക് കിട്ടിയേ പറ്റൂ. നീ എനിക്ക് തരാമെന്ന് പറഞ്ഞത് എനിക്കത് കിട്ടിയേ പറ്റൂ. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് തരാം, പക്ഷേ നിന്റെ പേരെന്തുവാ? എന്താ ചോദിച്ചേ? ഇതും അതുകൂടെ ചെലവാകത്തില്ല. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ, നീതികേടും തന്ത്രവും ഉപായവും ദൈവകൃപയും ഒരുമിച്ച് പോകത്തില്ലെന്ന് അതിച്ചട്ടിയിൽ വേഗത്തില്ല. അതൊരുമിച്ച് തിളക്കത്തില്ല കേട്ടോ. ആമേൻ ആമേൻ ആമേൻ. വേർപെടേണ്ടത് വേർപെട്ടേ പറ്റൂ, മാറ്റേണ്ടത് മാറ്റിയേ പറ്റൂ. ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി പറയുക. എളുപ്പത്തിൽ പണക്കാരനാകാം. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മതി. സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. അതൊന്നും ഇവിടെ ചെലവാകത്തില്ല, അതൊന്നും ഇവിടെ ചെലവാകത്തില്ല. സ്തോത്രം. എനിക്കെൻ്റെ ദൈവം തരുന്നത് മതി, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മതി. എനിക്കറിയാം എൻ്റെ ദൈവം എൻ്റെ മേൽ തരും. എൻ്റെ കളപ്പുരകൾ നിറയ്ക്കാമെന്ന് പറഞ്ഞത്, നിന്നെ എടുക്കാത്ത നോട്ടുണ്ടല്ലോ, ആർക്കും വേണ്ടാത്തത് കൊണ്ടിട്ടല്ല എൻ്റെ അക്കൗണ്ട് നിറയേണ്ടത്. രാജ്യത്തിൻ്റെ ടാക്സ് വെട്ടിച്ചല്ല ആമേൻ എൻ്റെ അക്കൗണ്ട് നിറയുന്നത്. പിന്നെയോ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കാമെന്ന്. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലമുറയെ അനുഗ്രഹിക്കാമെന്ന്. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കളപ്പുരയെ അനുഗ്രഹിക്കാമെന്ന്. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ക്യാൻസറിനെ സുഖമാക്കാമെന്ന്. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടുമെന്ന്. എൻ്റെ ദൈവം തരുന്നത് വരെ അല്പനേരം കൂടെ ഒന്ന് ക്ഷമിച്ചൂടെ, ഒന്ന് കാത്തിരുന്നൂടെ. ദൈവം താമസിക്കത്തില്ല. നിന്നെ പരിഹസിക്കുന്നവർ, ആമേൻ, നിന്നെ ലജ്ജിപ്പിക്കുന്നവർ, നിന്നെ വെല്ലുവിളിക്കുന്നവർ കാണുക തന്നെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്താൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. ആമേൻ. നീതികേട് പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. മാറ്റേണ്ടത് മാറ്റ്, ഏറ്റു പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവേ, ആമേൻ, എൻ്റെ തന്ത്രങ്ങൾ മാറട്ടെ, എൻ്റെ ഉപായങ്ങൾ ആമേൻ ഏറ്റു പറഞ്ഞാട്ടെ. ഓശിയാ പ്രവാചകൻ അത് കണ്ടിട്ട് പറയുക, ആമേൻ സ്തോത്രം, എഫ്രൈമിന്, ഓശിയാ പ്രവാചകന്റെ പുസ്തകം 5:11 ഇങ്ങനെ വിളിച്ച് പറയുന്നു, എഫ്രൈമിന് മാനുഷിക കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നി. വായിച്ചേ, അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് 5 ആമേൻ 11-12 വാക്യം. മാനുഷിക കൽപ്പന നീ അനുസരിച്ച് നടന്നാൽ നീ പീഡിതനും വ്യവഹാരത്തിൽ തോൽക്കുന്നവനുമായിരിക്കും. ഇന്ന് വലിയ ആളുകളൊക്കെ വ്യവഹാരത്തിൽ തോക്കുകയാ. കാരണം എന്താ? മാനുഷിക കൽപ്പനയുടെ പുറകെ പോയത് കൊണ്ട്. വീണ്ടും പറയുന്നു, അവൻ 12 വാക്യം കൂടെ വായിച്ചാട്ടെ.
അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവും യഹൂദ ഗ്രഹത്തിന് ജീർണതയുമായിരിക്കും. എന്നിട്ട് 15-ാം വാക്യത്തിൽ പറയുന്നത്, അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ പോയി എൻ്റെ സ്ഥാനത്തിരിക്കും. അവർ തങ്ങളുടെ കഷ്ടതയിൽ ജാഗ്രതയോടെ അന്വേഷിക്കും. ദൈവത്തിന്റെ കുഞ്ഞെ കുറ്റമേറ്റു പറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാട്ടെ. കർത്താവേ, ഞാൻ യാക്കോബാ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. മാനുഷിക കൽപ്പനകളിൽ എനിക്ക് സന്തോഷം തോന്നി. എളുപ്പ വഴികൾ, കുറുക്കു വഴികൾ ഇതിൽ ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ മുഖത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ അന്വേഷിക്കുകയാ. ദൈവം പറയുകയാ, റോമാലേഖനം 8:28 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ നമ്മൾ പറയാൻ പോവുക. ആമേ. റോമാലേഖനം 8, കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് പറഞ്ഞാട്ടെ. റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ശ്യാമേ, സ്തോത്രം. നോക്കിയാട്ടെ, 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കണം. നിർണയപ്രകാരം ദൈവം വിളിച്ചിരിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ, നീ എന്നെ വിളിച്ചതാ, നീ എന്നെ വിളിച്ചതാ. ജീസസ്, നിന്റെ വിളി എൻ്റെ മേലുണ്ട്. നിശ്ചയമായിട്ടും അനുഗ്രഹം എൻ്റെ മേൽ വരും. ഒരു കാര്യവും കൂടെ, ജീസസ്, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കണം. ഇന്ന് രാത്രി ആ ദൈവത്തെ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് ഒത്തിരി മാർഗങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഈ മെസ്സേജ് നിർത്തിയിട്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ഇന്ന് ഉച്ച കഴിഞ്ഞ സെഷനിൽ ചിലർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു, ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചില്ല. ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ. ആമേ, സ്വന്തം ദൈവാത്മാവ് അന്നേരം എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രിത്തെ യോഗത്തിൽ ചിലർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ സെഷൻ വേഗത്തിൽ ചില നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും. ഒന്ന്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെങ്കിൽ ഒന്ന്, ദൈവത്തെ സ്നേഹിക്കണം. 2, നിർണയപ്രകാരം വിളിക്കപ്പെടിക്കണം. ദൈവം വിളിക്കാത്ത ആരും ഇതിനകത്തില്ല. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആമേ സ്തോത്രം. 1 യോഹന്നാൻ 4:18 വാക്യത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ അത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തിന് എന്തോ ഇല്ല, ചേർന്ന് പറഞ്ഞാട്ടെ. യേശു നല്ലവനാന്ന് പറയാൻ, യേശുവിൽ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ യേശു നല്ലവനാന്ന് പറയാൻ നിനക്ക് ഭയമില്ലെന്ന്. ഒരു പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ എത്ര പേർ തയ്യാറാകും? സ്തോത്രം. പരസ്യയോഗം എന്ന് കേൾക്കുമ്പോഴേ ആളുകൾ മലവെള്ളം ഒലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു പോകും. അവസാനം കാമേ കൊല്ലനും കാണും, വിളക്കും കാണും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം പറയും, ആമേൻ. സ്തോത്രം. ചില ഭ്രാന്തന്മാർ, വേറെ പണിയില്ലാത്തവർ റോഡിന്റെ അവിടെ നിന്ന് വിളിച്ചു പോകുന്നു. വിസ്താരമായിരുന്നു പണി, തമ്പുരാന്റെ ചെവിക്ക് പിടിച്ചു മാറ്റി. ആമേ, ഇനി വിസ്തരിക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ. ആമേ. സ്തോത്രം. ആമേ. ഇപ്പൊ ചെറിയ ആമേ വേഗത്തിൽ പറഞ്ഞു പോകുകയാ. സ്തോത്രം. നോക്കൂ, സ്നേഹത്തിന് ഭയമില്ല. ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുള്ളതാകിയാൽ ആമേ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞ്, ദൈവസ്നേഹത്തിൽ ഭയമില്ല. യേശുവിനെ സ്നേഹിച്ചാൽ അവിടെ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ കൊച്ചു കുടില് ഓല മേഞ്ഞുകൊണ്ടിരിക്കുകയാ. ഓല മേയാൻ ഒരു പ്രത്യേക ഉപകരണമുണ്ട്. സ്തോത്രം. ആമേ. സ്തോത്രം. അല്ലെങ്കിൽ അത് വെച്ചിങ്ങനെ കുത്തി തയ്ച്ചോണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കൈക്കകത്ത് എന്തോ കുത്തി. ഞാൻ ഭയത്തിന്റെ ദണ്ഡനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് രാത്രി അതിനെ ശാസിക്കും. നോക്കൂ, ഓല വീടിന്റെ മേളിൽ കയറിയിരുന്ന് വീട് ഓല മേഞ്ഞോണ്ടിരുന്നപ്പോ കൈക്കകത്തൊരു കുത്ത്. നോക്കിയപ്പോ രക്തം വരുന്നു.
അയ്യോ, താൻ വിചാരിച്ച തൻ്റെ കയ്യിൽ ഈ ഓല കുത്തി മെടഞ്ഞോണ്ടിരുന്ന സൂചി വെച്ച് കുത്തിയതാണെന്ന്. ഒരു കുഴപ്പമില്ല, താൻ വീട്ടിൽ ഇറങ്ങി വന്നു, വീടെല്ലാം മേഞ്ഞു. പിറ്റേ വർഷം എന്നാണ് ഒന്നുകൂടെ പറഞ്ഞേ, പിറ്റേ വർഷം, ഒരു വർഷം കഴിഞ്ഞ് അവൻ്റെ ഉറക്കം പോയതിനായി സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പിറ്റേ വർഷം, ഒരു വർഷം കഴിഞ്ഞ് അയാൾ അതുപോലെ അതേ സ്ഥലത്ത് ഓല മേഞ്ഞ് പഴയത് മാറ്റി പുതിയ ഓല ഇട്ടോണ്ടിരുന്നപ്പോ കാണാം ആ സ്ഥലത്ത് ഒരു പാമ്പിന്റെ അസ്ഥി കൂടെ ഇരിക്കുന്നു. തന്റെ ബുദ്ധി പെട്ടെന്ന് വർക്ക് ചെയ്തു, നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്തതുപോലെ. കഴിഞ്ഞ വർഷം എൻ്റെ കൈക്കകത്ത് കുത്തിയത് ഞാൻ കുത്തി മെടഞ്ഞോണ്ടിരുന്ന സൂചിയല്ല, പിന്നെയോ ഞാന് പാമ്പിന്റെ മേൽ കുത്തി. പാമ്പാ എന്റെ കൈ കടിച്ചത്. പെട്ടെന്ന് കറണ്ട് അടിക്കുന്നത് പോലെ ഭയത്തിന്റെ ദണ്ഡനം അവന്റെ മേൽ വ്യാപരിച്ചു. ചത്ത് നിലത്ത് വീണു. കഥയല്ല, സംഭവം. ഭയത്തിന് ദണ്ഡനമുണ്ട്. പാമ്പ് കടിച്ചത് ഒരു വർഷം മുമ്പ്, ചത്തത് ഒരു വർഷത്തിന് ശേഷം. ഭയത്തിന് ദണ്ഡനമുണ്ട്. ക്യാൻസറിന്റെ ഭയത്തിന് ദണ്ഡനമുണ്ട്. ട്യൂമറിന്റെ ഭയത്തിന് ദണ്ഡനമുണ്ട്. രോഗത്തെക്കാൾ ദണ്ഡനമാ മനുഷ്യനെ നശിപ്പിക്കുന്നത്. മനസ്സിലായോ? രോഗത്തെക്കാൾ ആ രോഗത്തിന്റെ ദണ്ഡനമാ, രോഗത്തിന്റെ ഭയമാ. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഭയത്തെ ശാസിക്കാൻ ദൈവത്തിന്റെ ആത്മാവ്, അധികാരം ദൈവസഭയുടെ മേൽ പകരുകയാ. എല്ലാ ഭയവും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയവും എല്ലാ ഭീരുത്വവും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഭയത്തിന് ദണ്ഡനമുണ്ട്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. യേശുവിനോടുള്ള സ്നേഹം, ഭയത്തെ ജയിക്കാൻ ഒറ്റ മാർഗം യേശുവിനെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും. അതുകൊണ്ട് ദൈവവൈതല് ആമേൻ സ്തോത്രം, ആത്മാവിൽ പ്രാർത്ഥിച്ച് ഉച്ചരിച്ചു കൂടാനാകാത്ത ഞരക്കങ്ങളാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് നിന്റെ മേലുള്ള ഒരു പ്രശ്നമോ നിന്നെ കവിയത്തില്ല. നീ അനുഭവിക്കുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, അതിന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഒരു സാധാരണ വിളിയല്ല നിന്റെ മേലുള്ളത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാ. ദൈവത്തിന്റെ വിളി പേര് ചൊല്ലി നിന്നെ വിളിച്ചിരിക്കുകയാ. ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. കുഞ്ഞ്, വെറുതെ നീ കയറി വന്നതല്ല. ദൈവത്തിന്റെ മുൻനിർണയം നിന്നെ പ്രകാരമുണ്ട്. അവൻ നിന്നെ പേര് വിളിച്ച് പുറത്തെടുത്തതാ. ജാതിയിൽ നിന്ന്, ഗോത്രത്തിൽ നിന്ന്, വംശത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് അവൻ നിന്നെ വിളിച്ചിറക്കി. അടങ്ങിയിരിക്കരുത്. ആത്മാവിൽ ഏൽപ്പിച്ചേ. ഒരൊറ്റ കാര്യം, ദൈവമേ, ഭയമില്ലാതെ നിന്നെ സേവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭയം എനിക്ക് വേണ്ട. നിന്നെ സാക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെതിരായിട്ട് നിൽക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ചുരുക്കം നിമിഷങ്ങൾ, ഒരു 5 മിനിറ്റ് സമയം ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ഉച്ച കഴിഞ്ഞ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മെ തടയുന്ന ചില വ്യാപാരങ്ങളെ ശാസിക്കാൻ നിയോഗമുണ്ട്. അത് രോഗത്തിൻ്റെ പോരുകളായിക്കൊള്ളട്ടെ, അത് വെല്ലുവിളികളായിക്കൊള്ളട്ടെ, പൈശാചികൻ്റെ ഏത് തന്ത്രമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ദൈവാത്മാവ് ശാസിക്കുകയാണ്. രോഗത്തിൻ്റെ കെടുതികളിട്ട്, രോഗത്തിൻ്റെ ഭയങ്ങളിട്ട് ദൈവാത്മാവ് വിളിച്ച് പറയുന്നു, ഈ ഉപവാസ കളരിയിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി ചിലതിനെ സൗഖ്യമാക്കാൻ പോകുക. കാരണം യേശു ഇവിടെ ഉണ്ട്. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. നിഷ്കളങ്കമായി, കണ്ണുനീരോട്, ഉപവാസത്തോട്, താഴ്മയോട്, ഒരു മനസ്സോട്, അല്ല വിഭാഗത ഇല്ലാതെ, മനുഷ്യന്റെ നാമത്തെ ഉയർത്താതെ, ദൈവപാദപീഠത്തിൽ താണിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, നിന്റെ മധ്യത്തിൽ നടക്കുന്നത് യേശുവാ. അങ്ങനാണെങ്കിൽ ആമേൻ, രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. യേശു ഉള്ളിടത്ത് രോഗബന്ധനങ്ങൾ അഴിയും. യേശു ഉള്ളിടത്ത് പൈശാചിക ബാധകൾ നീങ്ങിപ്പോകും. യേശു ഉള്ളിടത്ത് മുടന്തർ നടക്കും, ചെകിടർ കേൾക്കും, കുരുടർ കാണും.
ആമേൻ, ഊമർ സംസാരിക്കുക. ഏത് ആദിയായിക്കൊള്ളട്ടെ, ഏത് വ്യാധിയായിക്കൊള്ളട്ടെ, ആമേൻ, ഈ കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. ഈ ആമേൻ, എല്ലാ വെല്ലുവിളികളും മാറട്ടെ. എല്ലാ തലങ്ങളിലും സ്വാതന്ത്ര്യം വ്യാപരിക്കട്ടെ. ആമേ, തീർന്നില്ല. ദൈവാത്മാ വിളിച്ചു പറയുന്ന ആമേ, നിന്റെ മേലൊരു അസാധാരണമായ ദൈവിക ധൈര്യം തന്ന് കർത്താവിന് വേണ്ടി സാക്ഷിയാകുവാനുള്ള പുത്തൻ അഭിഷേകം നിന്റെ മേൽ പകരുകയാ. ഇന്ന് രാത്രി ഈ അവസാന സെഷനിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ധൈര്യം, ധീരതയോട് എന്റെ നാമത്തെ ഉയർത്താൻ വേണ്ടിയുള്ള, ദൈവനാമത്തെ ഉയർത്താൻ വേണ്ടിയുള്ള അഭിഷേകം. എത്ര പേർക്ക് ധൈര്യത്തോടെ യേശുവിന്റെ നാമത്തെ ഉയർത്തണം? ജീസസ് നിന്റെ കുഞ്ഞുങ്ങളെ തൊട്ടാട്ടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നാട്ടെ. ആ അഭിഷേകം പകരുന്നതിനായി സ്തോത്രം. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, നുഖത്തിന്റെ അമിക്കയറുകൾ അഴിയട്ടെ, പീഡിതർ സ്വതന്ത്രരായി വിട്ടയക്കപ്പെടട്ടെ, ഭവന അന്തരീക്ഷങ്ങൾ മാറട്ടെ, അധികാരത്തോടെ നിന്റെ മക്കൾ പുറത്തു വരട്ടെ, ആ കെട്ടുകൾ അഴിയട്ടെ, ചെങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ. ദൈവം നിന്റെ മേൽ വാഹനമേറുകയാ. ദൈവം നിന്റെ കരങ്ങളിൽ എടുക്കുകയാ. കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിലെടുക്കുന്നത് പോലെ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോകുകയാ. ചിറകിൽ വഹിച്ച്, തോളിലെടുത്ത്, ഭുജങ്ങളിൽ താങ്ങി, കരം പിടിച്ച് നടത്താൻ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. രോഗബന്ധനങ്ങൾ അഴിയുന്നു, പൈശാചിക ബാധകൾ നീങ്ങിപ്പോകുന്നു. വലത് കൈയ്യ് ഷോൾഡറിന് മുകളിലേക്ക് ഉയർത്താൻ കഴിയാതെ, ആമേൻ, ആ ഷോൾഡറിനോട് ചേർന്ന് ഭാരം അനുഭവിക്കുന്നത് ദൈവസന്നിധി കൈ ഉയർത്തിയാട്ടെ. വയറ്റിനകത്ത് ആമേൻ സ്തോത്രം മുഴ പോലെ അസ്വസ്ഥപ്പെടുന്നത് കൈ ഉയർത്തി പിടിച്ചാട്ടെ. ജീസസ്, ജീസസ്. മൂക്കിനകത്ത് തടസ്സമിട്ടിട്ട്, ശ്വാസ തടസ്സമിട്ട്, തുടർമാനമായി തുമ്മലിട്ട് വ്യാപരിക്കുന്ന, മൂക്കിനകത്ത് ദശ വളരുന്ന അസ്വസ്ഥത ഇന്ന് രാത്രി കരിച്ചു മാറ്റുവാൻ ആ സൗജന്യമായി ലക്ഷങ്ങൾ മുടക്കേണ്ടുന്ന സ്ഥാനത്ത് ആത്മാവ് വിളിച്ചു പറയുന്നു, കണ്ടവൻ നിന്റെ അധ്വാന ഫലം തിന്നരുത്. നിന്റെ അധ്വാന ഫലം വല്ലവന്റെ വീട്ടിലായി പോകരുത്. ഒറ്റ കാര്യം, ഈ ശരീരം നീ യേശുവിന്റെ കരങ്ങളിൽ ഒന്ന് വിട്ടുകൊട്. ഭയമില്ല, ലജ്ജയില്ല, നിരാശയില്ല. ലജ്ജിച്ച പലരും, ഞാൻ വിസ്തരിക്കുന്നില്ല, ലജ്ജിച്ച പലരും ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല. ഏൽപ്പിച്ചു കൊടുത്തവർ ആത്മാവ് അവരെ കരങ്ങളിൽ എടുക്കുകയാ. ഏൽപ്പിച്ചു കൊടുത്തവരെ കർത്താവ് പ്രായ വ്യത്യാസമില്ലാതെ കരങ്ങളിൽ എടുക്കുക. ഏൽപ്പിച്ചു കൊടുത്തവരെ കർത്താവ് കരങ്ങളിൽ എടുക്കുകയാ. പ്രായം അവർക്ക് വഴിമാറുകയാ, രോഗങ്ങൾ അവർക്ക് വഴിമാറുകയോ. ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, യേശുവേ എന്ന് പറഞ്ഞ് അവരുടെ ദേഹം, ദേഹി, ആത്മാവിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു. ഇവിടെ ദൈവ ചൈതന്യമുണ്ട്. അനുഭവിക്കുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം. ഇവിടെ ഭയമില്ല, ഇവിടെ ലജ്ജിക്കുന്നില്ല. യേശുവിന്റെ നാമത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. Glory. ജീസസ് അവിടുന്ന് തോട്ടാട്ട്, നിന്റെ കുഞ്ഞുങ്ങളെ തോട്ടാട്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സമയത്ത് അങ്ങയുടെ കാര്യം അവരുടെ മേൽ ഇറങ്ങട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലങ്ങൾ മാറുന്നു. ദൈവത്തിന്റെ അധികാരം നിങ്ങളുടെ മേൽ അധികാരം പകരുകയാ. നിന്നെ കൈവെക്കുമ്പോൾ ഗ്ലോറി ജീസസ്.
ആ തുമ്മലിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ട മൂക്കിനകത്ത് ദശ വളരുന്നത് പോലെ പരിശോധിച്ചാതെയോ അസ്വസ്ഥത അനുഭവിക്കും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ജീസസ്. ആമേൻ. വയറ്റിനകത്ത് അസ്വസ്ഥത അനുഭവിക്കുന്നത് ദൈവാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞു, ഓപ്പറേഷൻ കത്തിയല്ല, സൗജന്യമായി നിന്നെ സൗഖ്യമാക്കുവാൻ. ഒന്ന് എഴുന്നേറ്റേ, വേഗത്തിൽ വന്നാട്ടെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒന്ന് എഴുന്നേറ്റാട്ടെ. ചില ഭയത്തിൻ്റെ സ്വപ്നങ്ങൾ കണ്ട് എനിക്ക് ധൈര്യമുണ്ട്. കണ്ടത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ഒരു യജമാനനുണ്ട്. വല്ലവരോടും പറയാനല്ല, വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയാനല്ല. എൻ്റെ യജമാനനോട് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന വെളിപ്പാട് നീ വ്യാപാരം ചെയ്യാത്തത് കൊണ്ട്, അതുകൊണ്ട് മാത്രമായി ഇത് വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. നിങ്ങൾ മുമ്പോട്ട് വന്നാട്ടെ, നിങ്ങൾ മുമ്പോട്ട് വന്നാട്ടെ, നിങ്ങൾ മുമ്പോട്ട് വന്ന് ഓടി വന്നാട്ടെ, ഓടി വന്നാട്ടെ. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മച്ചി എന്താണെന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എന്താ അസ്വസ്ഥത പറഞ്ഞാട്ടെ. ഈ മൂക്കിൻ്റെ അകം 10-15 വർഷം ഒരിക്കൽ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോഴത്തെ മൂക്കിനകത്ത് ശ്വാസം നേരെ പോകുന്നില്ല, എല്ല് വളഞ്ഞ് ശ്വാസം വിട എപ്പോഴും തുമ്മലാണ്. എന്താ പരിശുദ്ധാത്മാവ് പറഞ്ഞത്? ശ്വാസം വിടാൻ കഴിയാതെ തുമ്മലായിട്ട് മൂക്കിനകത്ത് അസ്വസ്ഥത. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി ഓപ്പറേഷൻ ചെയ്യാൻ എൻ്റെ യേശു ഇവിടെ ഉണ്ട്. നിന്റെ അധ്വാന ഫലം വല്ലവൻ്റെയും വീട്ടിൽ ആയി പോകരുത്. ഡോക്ടർമാരത് കൊണ്ടുപോകരുത്. കുഞ്ഞ്, ഇന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ പകർച്ചയുണ്ടെന്ന് ആത്മാവ് വിളിച്ച് പറയുക. ഇന്ന് ഒരാൾ ആമേ സ്തോത്രം, ഒരാളല്ല, നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഒറ്റ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വേഗത്തിൽ നിർത്താം. ഉപവാസ പ്രാർത്ഥനയിൽ വിഷയം ആത്മാവ് ഏറ്റെടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞോണം. ആത്മാവ് ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അറിഞ്ഞോണം. ശിഖധര വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏൽപ്പിച്ചു. ഭയത്തിന്റെ ആത്മാവ്, ഭീരുത്വത്തിന്റെ ആത്മാവ്, എല്ലാ വെല്ലുവിളികളും. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ, എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ആമേൻ. സ്വതന്ത്രമായി കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അധികാരസ്ഥന്മാർ, ദൈവത്തിന്റെ അധികാരിമാർ, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ ശക്തമായി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ, കരകളടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവമേ, ദൈവത്തിന്റെ ആത്മാവ്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം, നിന്റെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല. യെസ്, ഈ കർത്താവ് നിന്നെ തൊടുന്നു. ആമേൻ. ദേഹം, ദേഹി, ആത്മാവിൽ ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ, ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ. ആമേൻ. അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത്. ആമേൻ. അതുകൊണ്ടാണ് എഴുന്നേൽക്കാൻ പറഞ്ഞത്. നീ എഴുന്നേറ്റാട്ട് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ട് ദൈവം നിന്നെ തൊടുന്നു. ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ ആ സൗഖ്യം വ്യാപരിക്കുകയാ. ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കുകയാ. അഭിഷേകത്തിന്റെ തേജസ് ഇറങ്ങുകയാ. ആ തീ നിന്നെ തൊടുകയാ. അവൻ നിന്നെ കരങ്ങളിൽ എടുക്കുകയാ. അവന്റെ കരം, അവന്റെ കരം, യേശുവിന്റെ കരം. ആമേൻ. നിന്നെ സ്നേഹിക്കുന്ന യേശു, ഹല്ലേലൂയ, നിന്നെ വിടുവിക്കുന്ന യേശു, നിന്നെ സൗഖ്യമാക്കുന്ന യേശു, ഉപേക്ഷിക്കാത്ത യേശു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അധികാര കൈമാറ്റത്തിനായി സ്തോത്രം. ആ തീ നിന്നെ തൊടുന്നു. ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ, ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ തേജസ്സിലേക്ക് ഏൽപ്പിച്ചാട്ടെ, ആ കൃപയിലേക്ക് ഏൽപ്പിച്ചാട്ടെ. അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി നിന്റെ മേൽ, അഭിഷേകത്തിന്റെ ആഴം ഇന്ന് രാത്രി നിന്റെ മേൽ, അഭിഷേകത്തിന്റെ വല്ലഭത്വം നിന്റെ മേൽ. ആ തീ നിന്നെ തൊടുന്നു. അഭിഷേകത്തിന്റെ വ്യാപാരം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ യഹോവയുടെ സാന്നിധ്യം, നിന്റെ മേൽ യഹോവയുടെ സാന്നിധ്യം, നിന്റെ മേൽ യഹോവയുടെ സാന്നിധ്യം. പൈശാചിക ബാധകൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ. ആമേൻ. വെല്ലുവിളികൾ മാറട്ടെ. വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞത് ഇന്ന് രാത്രി നിന്റെ മേൽ നിവർത്തിക്കുക. ജീസസ്,
യേശുവേ, യേശുവേ, യേശുവേ. വായി തുറന്ന് യേശുവേ എന്ന് വിളിച്ചാട്ട്, യേശുവേ എന്ന് വിളിച്ചാട്ട്, യേശുവേ എന്ന് വിളിച്ചാട്ട്. യേശുവേ, എന്റെ കർത്താവേ, എന്റെ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പൈശാചിക ബാധകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിമാറട്ടെ. ഈ പട്ടണത്തിന്റെ നടുവിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ, അഭിഷേകത്തോടെ നിൽപ്പാൻ, അധികാരത്തോടെ നിൽപ്പാൻ നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാപിച്ചോട്ടെ, പ്രാപിച്ചോട്ടെ. ആ തീ നിന്നെ തൊടുന്നു, അഭിഷേകത്തിന്റെ തേജസ് നിന്നെ തൊടുന്നു. കൃപയുടെ വല്ലഭത്തിനായി സ്തോത്രം. പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുപോലെയല്ല. ഓ, പുതിയ വാഗ്ദത്തം, പുതിയ പേര്, നിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തുന്ന പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം. ഓ, നിന്റെ പേർ പറഞ്ഞ വാഗ്ദത്തം, പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം, അത് നിന്റെ സ്വന്തമാകുക. നന്ദി യേശുവേ, നീ അത് പകർന്നതിനായി സ്തോത്രം. നന്ദി യേശുവേ. ആമേൻ. താങ്ക് യു ജീസസ്. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത് പകർന്നതിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത് പകർന്നതിനായി സ്തോത്രം. ആ തീരാധാരം എഴുതി കൊടുത്തതുപോലെ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത് നൽകിയതിനായി സ്തോത്രം. കൃപയുടെ വല്ലഭത്വം പകർന്നതിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് നൽകിയതിനായി സ്തോത്രം. കരങ്ങളടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അന്യഭാഷകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Thank you, thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. സൗഖ്യമാക, സൗഖ്യമാക യേശുവിന്റെ നാമത്തിൽ. Heal in the name of Jesus. ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈകൾ വെച്ചിട്ട് നെഞ്ചുവേദന ദൈവം എടുത്തു കാണിക്കുന്നു. ആരായിരുന്നാലും നെഞ്ചിനകത്തുള്ള വേദന ആത്മാവ് വ്യക്തമാക്കുന്നു. ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരുന്നു. കൈവച്ച് വായി തുറന്ന് വിശ്വാസത്തോടെ യേശുവേ നന്ദി. താങ്ക് യു ലോർഡ് ജീസസ് ഫോർ ദ ഹീലിംഗ്. എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി. സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. എന്നെ തൊട്ടതിനായി നന്ദി, എന്നെ സ്പർശിച്ചതിനായി നന്ദി. കരങ്ങൾ അടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തേ. Udabala Brabadala Vaidamanadal Prabadale the Saidamanadal Udamala Barabala Prabadala Vaidamanadal Ridorova Saidamanadal Ridorova Saidamanadal Chudorova Saidamanadal Atyanda Shakti Vyavarikate Nandi Ulahadiyatode Udamanadala Vaidamanadala Vaidamanadal Ribaba Saidamanadal Udorova Saidamanadal Ribaba. Oh, re, oh. Hallelujah, hallelujah, hallelujah. Jesus, Jesus. Oh, Rika la. Rika ba ba ba. Uda baradal, vaida baradal. Oh, Rikal pravadal, rauda baradal. Jesus, Jesus. Atyanda Shakti. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. Oh, Rika bala vasantana. കരങ്ങളെ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയും കർത്താവ് തന്റെ ദാസരോട് കേൾപ്പിച്ച ദൈവശബ്ദത്തിന് മുമ്പിൽ ഈ രാത്രിയിൽ കർത്താവ് തന്റെ കരം നമ്മുടെ മേൽ വെച്ചു. സൗഖ്യമുള്ള, ബലമുള്ള, ആരോഗ്യമുള്ള അനുഭവങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ നടത്തിയതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്നൊരു കർത്താവ്. നാം അവൻ്റെ അടുക്കൽ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്.
ഒത്തിരി ഭൗതിക നന്മകൾ ദൈവം കഴിഞ്ഞ നാൾ നമുക്ക് തന്നെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പറയാം, അതിലും മേലെ അതിലും മീതെ ഒരാത്മീയ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. ഓ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തിൽ തീരുമാനമെടുത്തോ, അവരെ കർത്താവ് പറയുന്നു, ഞാൻ വെറുതെ പറഞ്ഞയക്കത്തില്ല. സ്തോത്രം. അവരിന്ന് വെറുതെ പറഞ്ഞയക്കത്തില്ല. അവരിന്ന് വന്നതുപോലെ മടങ്ങത്തില്ല. അവരുടെ മേലൊരു ആത്മീക കൃപ ഞാൻ തരികയാണ്. അവരുടെ മേലൊരു ആത്മീക അനുഗ്രഹം ഞാൻ പകരുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിച്ചല്ലോ. അതിനുമുമ്പിൽ നമുക്ക് ഏൽപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. ദൈവസ്നേഹത്താൽ നമുക്കൊന്ന് നിറയപ്പെടാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് എൻ്റെ നന്മയ്ക്ക്. ഈ ദിവസങ്ങൾ വെളിപ്പെട്ടല്ലോ. അതിനായി സ്തോത്രം, 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 സ്തോത്രം. ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ. അതിനായി നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഉപവാസം ചില പുതിയത് പ്രാപിക്കുന്ന ദിവസങ്ങളാക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകലും രാത്രി നമ്മുടെ മധ്യത്തിൽ ശക്തിയോടെ കർത്താവ് ഉപയോഗിച്ച കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും പുതിയ അഭിഷേകത്തോടെ ബലത്തോടെ കടന്നു പോകുന്നിടങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി ഒരു നിമിഷം നമുക്കെല്ലാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹൂഡാരാബ ഷമാനാദ രീഗാദാല ഹൂഡയാമ രാമാദാന റൂഡാമാന രേമാദാല ഹൂഡാബാലാബാലാബ. പൂർണ്ണമായി ഉപവസിക്കുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുവാൻ, ആരും ക്ഷീണിച്ച് തളർന്നു പോകാതെ ഇന്നു രാത്രി പ്രാപിച്ച ദൈവിക ബലത്തോടെ മടങ്ങിപ്പോകുമ്പോൾ അവരുടെ ഭവനങ്ങളിലെല്ലാം ദൈവകൃപയിൽ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഭാഗ്യമായി ഉപവസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാം. ഇനി അനേകർ ഉപവസിപ്പാൻ, ഉപവാസത്തിൽ പങ്കുചേരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഉത്സാഹിപ്പിക്കേണ്ടതിനായി നമുക്കെല്ലാം സ്തോത്രം പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ വീരദാസൻ പാസ്റ്റർ കെ എം ജോർജ് സാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിരത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും രാത്രിയിലും നിരമാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ ഹൃദ്യമായി ഹല്ലേലൂയ സംസാരിച്ചതിനാലെ സ്തോത്രം. വചനത്തിൻ്റെ വെളിപ്പാടിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യാക്കോബ് ഹല്ലേലൂയ എല്ലാ അക്കരെ കടത്തി തനിച്ചായി ഹല്ലേലൂയ അവൻ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് മല്ല് കെട്ടുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അവൻ മല്ല് കെട്ടി ദൈവത്തെ ജയിച്ചു. ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ പേര് മാറ്റി, യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കിയതിനാലെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഉപവാസം ഒരു വലിയ മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അകത്തും പുറത്തും ഒരുപോലെ ഒരു മാറ്റം വരുത്തണമേ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭയത്തിൽ നിന്നും ഇന്ന് രാത്രി ഞങ്ങളെ വിടിയിക്കണമേ. തികഞ്ഞ സ്നേഹത്താൽ നിറയ്ക്കണമേ. എല്ലാ ഹൃദയങ്ങളെയും ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ. ദൈവ കൃപയാൽ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണമേ. ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ, യേശുവിൻ്റെ ജീവൻ്റെ സാക്ഷികളായി മുന്നേറുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടിയാക്കണമേ. രോഗികളെ സൗഖ്യമാക്കിയതിനാലെ സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചതിനാലെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനാലെ സ്തോത്രം. മൂർച്ചയുള്ള ആയുധമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. തുടർന്നും അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ കയ്യിലെ ഇണങ്ങി ആയുധമാക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കിയതിനാലെ സ്തോത്രം. സമാധാനത്തോടെ പറഞ്ഞയക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനയായിട്ടനാലെ സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നാം ഓർത്ത് പാർച്ച എല്ലാ വിഷയങ്ങളോടും പുലോങ്ങൽ വിശുദ്ധന്മാരോടും ഈ സുഹൃത്ത് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരും.